വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തിൽ നിന്നുള്ള ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന ഒരു പോർഷൻ, അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നത് നമുക്കറിയാം, അതിന് തൊട്ട് മുൻപുള്ള ഒരു പാഠം യൂണിറ്റിനെ പറ്റിയിട്ടാണ് ആ പാഠത്തിൽ പറയുന്നത്. അതുപോലെ ആൻഡ് എന്നൊരു ചെറിയൊരു പോയം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടിലും നമ്മൾ ഒത്തൊരുമ അല്ലെങ്കിൽ പരിശ്രമം എന്നതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതുമൂലം നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇതും ചെറിയ കഥയാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Have you ever tried to fly a kite? What really makes a kite fly? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൈറ്റ് ഫ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു കൈറ്റ് ഫ്ലൈ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യം തന്നെ നമ്മളോട് അവർ ചോദിക്കുന്നത്. Is it a wind or the wings or the string or the person who flies it? ആരാണ് ഈ കൈറ്റ് കാറ്റിൽ പറത്തുന്നത് അല്ലെങ്കിൽ അതിനെ പറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? വിൻഡാണോ അതോ അതിൻ്റെ വാലുകൾ? നമ്മൾ കണ്ടിട്ടുണ്ട് കൈറ്റ്, അതിൻ്റെ വാലുകളാണോ? സ്ട്രിങ്സ് ആണോ? വള്ളിയാണോ? അതോ അത് പറത്തുന്ന ആ ഒരു വ്യക്തിയാണോ? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. ഈ ഒരു സ്റ്റോറി വായിച്ച് നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത്. ഇതിനോട് ചേർന്ന് ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറിയിൽ നമുക്ക് കാണുമ്പോൾ ആദ്യം തന്നെ ഒരു വിൻഡിന്റെ ഒരു ദേഷ്യത്തിലുള്ള മുഖം, അതുപോലെ തന്നെ ഒരു കൈറ്റ് ആംഗ്രി മൂഡിലുള്ള കൈറ്റിന്റെ മുഖം, അതുപോലെ താഴെ ഒരു രാജാവിന്റെ വേഷമുള്ള ഒരു വ്യക്തി, പുറത്തൊരു ചെറിയ കുട്ടി കൈറ്റും പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടി. അതൊക്കെയാണ് നമുക്ക് കാണാവുന്നത്. നമുക്ക് സ്റ്റോറി വായിക്കാം. On a pleasant day, the mayor of the town strolled through the park. His eyes widened as he saw a boy flying a big, colorful kite. The kite soared high, dancing in the breeze. On a pleasant day, അതായത് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയുള്ള, നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസം, മേയർ ഓഫ് ദ ടൗൺ, അതായത് അതൊരു പണ്ടത്തെ ഒരു കാലത്തെ കഥയാണ്. അപ്പൊ അവിടുത്തെ ഒരു മേയർ, അതായത് ആ ടൗണിലത്തെ, നമ്മളിപ്പോൾ പറയില്ലേ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മേയർ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ആ ഒരു ഏരിയ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ഇപ്പൊ ഒരു കൊട്ടാരത്തിലെ ആണെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാള്. ഹി സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. സ്ട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹി വാക്ക് as a in a slow mood. He walks in a slow mood. പതുക്കേനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വെറുതെ നടന്നുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു പാർക്കിൽ ആള് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് ഇൻ എ സ്ലോ. His eyes widened as he saw a boy flying a big colorful kite. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ വിടർന്നു. എന്ത് കണ്ടിട്ടാണ്? He saw a boy flying a big colorful kite. ഒരു വലിയ കളർഫുൾ കൈറ്റ് ഇങ്ങനെ പറത്തുകയാണ്. The kite soared high, dancing in the breeze. ആ കൈറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? soared high, അതായത് മുകളിലേക്ക് ഉയർന്ന് പറന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ചെയ്യാൻ, മുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ ഫ്ലൈ ഹൈ എന്നുള്ളതാണ് സോർ എന്നുള്ള ഒരു വേർഡിന്റെ മീനിങ്. ഡാൻസിങ് ഇൻ ദ ബ്രീസ് അറിയാം, ഇളം കാറ്റിൽ അത് ആടിക്കൊണ്ടിരിക്കുകയാണ്. Wow! Who made the kite fly so high? The mayor was curious. മേയറിന് ഭയങ്കര ക്യൂരിയോസിറ്റി, അറിയാനുള്ള ഒരു ആകാംക്ഷ. ആരാണ് ആ കൈറ്റിന് ഇത്രയും ഉയരത്തിൽ പറത്തുന്നത്? ഇത് കേട്ട വശം നമ്മുടെ കുട്ടി, പട്ടം പറത്തുന്ന കുട്ടി പറയണത്, The boy replied with pride, I did, Mr. Mayor. I made the kite myself. I painted it and I fly it. Then the wind whispered softly, No, it's mine. I lift the kite high into the sky. Without me, it would fall to the ground. ആദ്യം ബോയ് എന്ത് റിപ്ലൈ നൽകി? ഞാനാണത് ചെയ്തത് മേയർ എന്ന് പറഞ്ഞു. ഐ ഡിഡ് മേയർ. ഐ മേഡ് ദ കൈറ്റ് മൈസെൽഫ്. ഞാൻ ഒറ്റയ്ക്കാണ് ആ ഒരു കൈറ്റ് ഉണ്ടാക്കിയത്. ഞാനാണ് ആ കൈറ്റിന് പെയിന്റ് ചെയ്തത്. ഐ പെയിന്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാനാണത് പറത്തുന്നത്. പക്ഷെ ഇത് കേട്ടപ്പോൾ
വിൻഡ്, ആ ഒരു ചെറിയ കാറ്റ് ഇത് കേട്ടു. അപ്പൊ അവൻ റിപ്ലൈ എന്ത് പറഞ്ഞു? സോഫ്റ്റ്ലി, വിസ്പേർഡ് സോഫ്റ്റ്ലി. വിസ്പർ എന്താണ്? നമ്മൾ മുൻപ് പഠിച്ച വേർഡാണ്. പതുക്കെ മന്ത്രിക്കുക, ചുട്ടിൽ പതുക്കേനെ പറയില്ലേ, പതുക്കേനെ പറയാണ്. നോ, ഇറ്റ്സ് മീ, ഞാനാണ്, നീയല്ല. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ, ഞാനാണ് മുകളിലേക്ക് ഉയർത്തുന്നത്. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്, ഞാനില്ലാതെ ഇത് താഴേക്ക് വീഴും, ഗ്രൗണ്ടിലേക്ക് വീഴും. നെക്സ്റ്റ് പേജ് നമ്പർ 55 നമുക്ക് കാണാം. The kite's tail fluttered and said, "Wait, I keep the kite steady. Without me, it would crash and break." The kite's tail, കൈറ്റിന്റെ tail fluttered and said, flutter ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് or fly with a quick light motion. പതുക്കേനെ ഇങ്ങനെ മൂവ് ചെയ്യില്ലേ, ആ വാലിങ്ങനെ പതുക്കേനെ രണ്ട് സൈഡിലേക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്നും പതുക്കെ മൂവ് ചെയ്തിട്ട് ക്വിക്ക് മൂവ്മെന്റ് ആണ്. ക്വിക്കാണ്, പക്ഷെ ലൈറ്റ് മോഷൻ ആണ്, ചെറുതായിട്ട് അങ്ങനെ മൂവ് ചെയ്യണ തന്നെയാണ് ഫ്ലറ്റേർഡ്. ആൻഡ് സെഡ്, എന്ത് പറഞ്ഞു? വെയിറ്റ്, ഐ ടു, ഞാനും. ഐ കീപ് ദ കൈറ്റ് സ്റ്റീഡി, ഞാനില്ലാന്നുണ്ടെങ്കിൽ ഈ പട്ടം ഇങ്ങനെ അനങ്ങാതെ നിൽക്കോ, സ്റ്റീഡി, നേരെ ഇങ്ങനെ നിൽക്കോ. വിതൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്, ഞാനില്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് ബ്രേക്ക്, തകർന്ന് പോയേനെ. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവറി വൺ ആൻഡ് സെഡ്, വിതൗട്ട് മീ ഹൗ വിൽ ദ കൈറ്റ് ഫ്ലൈ? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ, ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ആ സ്ട്രിങ് എല്ലാരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, വിതൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ, ഞാനില്ലാതെ എങ്ങനെയാണ് ഒരു പട്ടം പറക്കുക. ഐ മേക്ക് ഇറ്റ് സോർ ഹൈ, ഞാനാണ് ഇതിനെ, സോർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലൈ ഹൈ, ഉയരത്തിലേക്ക് പറക്കാൻ സഹായിക്കുന്നത് ഞാനാണ്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ, സ്കൈയിലൂടെ പറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഞാനാണ്. They all paused to think. Then the boy said gently, there is one more line. The mayor listened carefully to everyone. He asked thoughtfully, "So, who really flies the kite?" Mayor ഇതൊക്കെ കേട്ടു, ലിസൺ ചെയ്തു, കേട്ടു. കെയർഫുള്ളി മീൻസ് ശ്രദ്ധയോടെ, എല്ലാവരും പറയുന്നത് കേട്ടു. ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, ആള് ചിന്തിച്ചിട്ട് പറഞ്ഞു. സോ ഹു റിയലി ഫ്ലൈസ് ദ കൈറ്റ്, അപ്പൊ നിങ്ങൾ ആരാണ് ശരിക്കും ഈ ഒരു കൈറ്റിനെ ഫ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? They all paused to think. എല്ലാവരും പോസ് ചെയ്തു, ഒന്ന് നിശ്ചലായി, എന്നിട്ടൊന്ന് ആലോചിച്ചു, ആരാണ് ശരിക്കും അപ്പോ ഈ ഒരു കൈറ്റിനെ ഹെൽപ്പ് ചെയ്യണത്? Then the boy said gently, "We all do it. The kite flies because of our effort." അപ്പോൾ നമ്മുടെ കുട്ടി പറയാണ്, ഒന്ന് പതുക്കെ പറയുന്നു, ജെന്റ്ലി സോഫ്റ്റ്ലി പതുക്കെ പറയാണ്, വി ഓൾ ഡു ഇറ്റ്, ഞങ്ങൾ എല്ലാവരും ഇതാണ്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ ഒരു കൈറ്റിനെ പറപ്പിക്കുന്നത്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്ട്, നമ്മുടെ എഫേർട്ടിന്റെ, ഞങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൈറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്ന് പൊങ്ങുന്നത്. The wind agreed and the tail nodded too. The string also smiled and agreed. The kite started dancing in the air. ഇത് കേട്ടപ്പോൾ ആദ്യം തന്നെ വിൻഡ് അഗ്രി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അത് കേട്ടതിന്റെ ഭാഗമായിട്ട് ടെയിൽ ഉണ്ടല്ലോ, നമ്മുടെ പട്ടത്തിന്റെ വാല്, അത് നോഡ് ചെയ്തു, പതുക്കേനെ തല കുലുക്കി. ശരിയാണ്, തലയല്ല, ആ വാലൊന്ന്, ടെയിലൊന്ന് കുലുക്കി. എന്നിട്ട് പറയാണ്, ശരിയാണ്, അങ്ങനെ തന്നെയാണ്. ആ സ്ട്രിങ്ങോ, ആ വള്ളി ഉണ്ടല്ലോ, നമ്മുടെ പട്ടത്തിന് കിട്ടിയിട്ടുള്ള ആ സ്ട്രിങ്, അതും ചിരിച്ചുകൊണ്ട് അഗ്രി ചെയ്തു. ഇതൊക്കെ എല്ലാവരും ഒന്നിച്ചപ്പോൾ ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ, എയറിൽ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. The mayor smiled warmly. "You are right. Together you make the kite fly beautifully. This kite is a symbol of unity. If we work together, we can achieve anything." ഈ ഒരു സ്റ്റോറിയുടെ മോറൽ ആണ് നെക്സ്റ്റ് മേയർ പറയുന്നത്. മേയർ ചിരിച്ചുകൊണ്ട് പറയാണ്, വാംലി ഞാൻ പതുക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൈൽ ചെയ്തുകൊണ്ട് പറയാണ്, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ടുഗെദർ, ഒരുമിച്ച്, യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി, ഇത്രയും ഭംഗിയിൽ ഈ കൈറ്റിനെ ഫ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഒരുമിച്ചാണ്. ദിസ് കൈറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് യൂണിറ്റി, യൂണിറ്റിയുടെ ഒരു സിമ്പിളാണ് ഈ ഒരു കൈറ്റ് എന്ന് പറയുന്നത്.
ഇഫ് യു വർക്ക് ടുഗെദർ, നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ, വി ക്യാൻ അച്ചീവ് എനിത്തിങ്, നമുക്ക് എന്ത് വേണമെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും. എവ്രി വൺ സ്മൈൽഡ്. ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്, ദേ ഷൗട്ടഡ് cheerfully. The kite continued to soar high in the sky. Michael Rogers. എവ്രി വൺ സ്മൈൽഡ്, എല്ലാവരും ഒന്നിച്ച് ചിരിച്ചു, അവർ ഒന്നിച്ച് പറഞ്ഞു. ദേ ഷൗട്ടഡ് cheerfully, സന്തോഷത്തോടു കൂടി ഓളിയിട്ട് പറയാണ്, ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കൈറ്റിനെ ഫ്ലൈ ചെയ്യുകയാണ്. ദ കൈറ്റ് കണ്ടിന്യൂഡ് ടു സോർ ഹൈ ഇൻ ദ സ്കൈ. കൈറ്റ് അതിൻ്റെ ജേർണീസ് കണ്ടിന്യൂ ചെയ്തു പോവാണ്. എങ്ങനെ? ടു സോർ ഹൈ, ഉയരത്തിലേക്ക് പറന്നുകൊണ്ട്. ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് മൈക്കൽ റോജേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. യൂണിറ്റിയുടെ പ്രാധാന്യം മുൻപ് നമ്മൾ പഠിച്ച രണ്ട് കഥയിലും അതുപോലെ പോയത്തിലുള്ള പോലെ തന്നെ യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? കൈറ്റ്, മേയർ, ദ ബോയ്. കൈറ്റ്, അതുപോലെ തന്നെ വിൻഡ്, കൈറ്റിന്റെ തന്നെ സ്ട്രിങ്, ടെയില് ഒക്കെ ഇതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇതിന്റെ ഗ്ലോസറി, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ്, അതിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചിയർഫുൾ. ചിയർഫുൾ മീൻസ് ഹാപ്പി, സന്തോഷമായിരിക്കുക. ക്രാഷ്, ക്രാഷ് ചെയ്യുക, കാർ ക്രാഷ് എന്നുള്ള വേർഡ് ഇപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ടു ഫോൾ സഡൻലി ആൻഡ് ഹിറ്റ് എ സർഫേസ്, വീണിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇടിക്കുക, അതിനെയാണ് ക്രാഷ് ചെയ്യുക എന്ന് പറയാം. ഫ്ലറ്റർ, ഫ്ലറ്റർ മീൻസ് ടു മൂവ് ദ വിങ്സ് ക്വിക്ക്ലി ആൻഡ് ലൈറ്റ്ലി. ഫ്ലറ്റർ ചെയ്തു, ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ആ ടെയിൽ ഫ്ലറ്റർ ചെയ്തു, അതായത് പതുക്കെ ഒന്ന് മൂവ് ചെയ്തു. നമ്മുടെ കൈറ്റിന്റെ വാല് പതുക്കെ ഒന്ന് മൂവ് ചെയ്തു, പക്ഷെ പെട്ടെന്ന്, ക്വിക്കാണ് പക്ഷെ അത് ചെറുതായിട്ടാണ്, പെട്ടെന്ന് മൂവ് ചെയ്തു പക്ഷെ അത് പതുക്കെ ഒരു ലൈറ്റ്ലി ആയിട്ട്, അതായത് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യല്ല, ചെറുതായിട്ട് അനങ്ങുക. പോസ്, ടു സ്റ്റോപ്പ്, നമ്മൾ നിർത്തുക എവിടെയാണ്, അവിടെയാണ് പോസ് ചെയ്യുക. പ്രൈഡ്, എ ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രോം വൺസ് അച്ചീവ്മെന്റ്. പ്രൈഡ്, ഇപ്പൊ പ്രൈഡ് എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു അച്ചീവ്മെന്റ് ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, നമുക്കത് സാധിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് പ്രൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോർ, 2 പ്രാവശ്യം സോർ എന്നുള്ള ഒരു വേർഡ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നുണ്ട്. ടു റൈസ് ഓർ ഫ്ലൈ, ഉയരത്തിൽ ഇങ്ങനെ പറക്കുന്നതിനെയാണ് സോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റീഡി, ബാലൻസ്ഡ്, സ്റ്റീഡി ആയിട്ട് നിൽക്കുക, അങ്ങനെ നേരെ അങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആര്? സ്ട്രിങ്. സ്ട്രിങ് ആണ് നമ്മുടെ പട്ടത്തിന് സ്റ്റീഡി ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റീഡി മീൻസ് ബാലൻസ്ഡ്. സ്ട്രോൾ, ടു വാക്ക് ഇൻ എ സ്ലോ റിലാക്സ്ഡ് വേ. ഈ ഒരു സ്റ്റോറിയിൽ നമ്മുടെ മേയർ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, ഹി വാക്ക് ഇൻ എ സ്ലോ റിലാക്സ്ഡ് വേ. അപ്പോഴാണ്, അങ്ങനെ സ്ട്രോൾ ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു കുട്ടി കൈറ്റ് പിടിച്ച് പോകുന്നത്, അല്ലെങ്കിൽ കൈറ്റിനെ ഇങ്ങനെ ഫ്ലൈ ചെയ്യിക്കുന്നത് കാണുന്നത്. അപ്പൊ അവിടെയാണ് ആ വേർഡ് വരുന്നത്, സ്ട്രോൾ. വിസ്പർ, വിസ്പർ പതുക്കേനെ പറയുന്നു എന്നുള്ളൊരു ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയാണ്? വിൻഡ്, വിൻഡ് പതുക്കെ ആൻസർ പറയാണ്, ഞാനാണ് ഈ ഒരു കൈറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു കാര്യം പതുക്കേനെ, വിസ്പർ, പതുക്കെ ഒരാളുടെ ചെവിയിൽ പറയുമല്ലോ, അതിനെയാണ് വിസ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു സ്പീക്ക് വെരി സോഫ്റ്റ്ലി, പതുക്കെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. ദെൻ ആക്ടിവിറ്റി 1, എല്ലാവർക്കും ഗ്ലോസറി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ആക്ടിവിറ്റി 1 ഹിയർ ആർ ദ ഇവന്റ്സ് ഓഫ് ദ സ്റ്റോറി ഹു ഫ്ലൈസ് ദ കൈറ്റ്. ദേ ആർ ഇൻ എ ജംബിൾഡ് മാനർ. അറേഞ്ച് ദം ഇൻ എ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ദ ബോയ് സെഡ്, ഐ മേഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. Second one, they all smiled and agreed. The kite flies because we work together as a team. ഫസ്റ്റ് വൺ, ബോയ് പറയാണ്, ഞാനാണ് ഇതിനെ കൈറ്റിനെ ഫ്ലൈ ചെയ്യുന്നതെന്ന്. സെക്കൻഡ് വണ്ണിൽ പറയുന്നത് എല്ലാവരും കൂടി ചിരിച്ചുകൊണ്ട് പറയാണ്, ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തതുകൊണ്ടാണ് ആ കൈറ്റ് മൂവ് ചെയ്യുന്നത് എന്ന് എല്ലാവരും ഒന്നിച്ച് പറയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ദ കൈറ്റ് ടെയിൽ സെഡ്, ഐ കീപ് ദ കൈറ്റ് സ്റ്റീഡി ഇൻ ദ എയർ. കൈറ്റിന്റെ ടെയിൽ പറയാണ്, ഞാനാണ് ഇവനെ നേരെ എയറിൽ നിർത്തുന്നത് എന്ന്. ഡി, ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ്, ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. വിൻഡ് പതുക്കെ പറയാണ്, ഞാനാണ് കൈറ്റിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത്.
The mayor saw a boy flying a bright and colorful kite in the park. മേയർ കാണാണ് ഒരു ബോയ് എന്ത് ചെയ്യുന്നു, ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് പാർക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പാർക്കിൽ വെച്ച് കളിക്കുന്നത് കാണുകയാണ്. ഇതിനെ നമ്മൾ ഓർഡർ ആക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ഓർഡർ ചെയ്യുമ്പോൾ. ഫസ്റ്റ് വൺ ആ മേയർ കാണുന്നതാണ്. ഈ ആണ് ഒന്നാമത്തതായിട്ട് വരിക. ദ മേയർ സോ ദ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. സെക്കൻഡ് വൺ, ബോയ് സെഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. എ ആണ് രണ്ടാമത്തതായിട്ട് വരിക. മൂന്നാമത്തതായിട്ട് ഇത് വരും ഡി. ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. ആൻഡ് നെക്സ്റ്റ് വൺ ബി. സോറി, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 3 ആണ്. 3D ആണ് വരിക. 4 എന്ന് പറയുന്നത് സി ആണ് വരിക. ദ കൈറ്റ് tails said I keep the kite steady in the air. Fifth, ലാസ്റ്റ് വൺ വരുന്നത് they all smiled and agreed the kite flies because we work together as a team എന്നുള്ളതാണ് ലാസ്റ്റ് വൺ. അതായത് അഞ്ചാമത്തെ ആയിട്ട് ബി ആണ് വരിക. ഇത്രയുമാണ് അതിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ. അപ്പോൾ 1E, 2A, 3D, 4C, 5B. നെക്സ്റ്റ് വൺ ഒരു പിക്ചർ സ്റ്റോറി കാർഡാണ്. Look at the pictures given below. Some of the events are given. Write the events in the given space and add pictures whatever necessary. Give a suitable title. സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുക. ഒപ്പം 2 ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട്, അത് നിങ്ങൾ വരയ്ക്കണം. അതിനൊപ്പം നല്ലൊരു സ്യൂട്ടബിൾ ടൈറ്റിലും കൊടുക്കണം. സ്റ്റോറി എഴുതുമ്പോൾ എപ്പോഴും ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടൈറ്റിൽ നമ്മൾ ഏത് കൊടുത്താലും ടൈറ്റിൽ ഇട്ടാൽ അവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. നമുക്ക് എപ്പോഴും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ വരിക. അതിൽ 1 മാർക്ക് എപ്പോഴും ടൈറ്റിലിനാണ്. ഇപ്പോൾ സ്റ്റോറിയൊക്കെ വരുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Rennie was fond of plants. One day he got a sapling. He decided to plant the sapling in the orchard. അതായത് റെനിക്ക് ഒരു പ്ലാന്റ് കിട്ടി. അവന് ചെടികളൊക്കെ നടുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അവൻ അവൻ്റെ ഗാർഡനിൽ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് തീരുമാനിച്ചു. പിന്നെ നെക്സ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് എഴുതണം. ഇതിലൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ പിക്ചർ ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് വൺ ഡേ മംഗൂസ്. മംഗൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീരി. മംഗൂസ് came there, it began to make a burrow. burrow means അതിന് കൂടുണ്ടാക്കാൻ, അതായത് മണ്ണിന്റെ അടിയിൽ കൂടുണ്ടാക്കാനായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു. The monkey saw it, he informed his friends. അത്രയും ഒരു സെക്കൻഡ് വൺ ഒരെണ്ണം തന്നിട്ടുള്ളത്. പിന്നെ ഒരു തേർഡ് വൺ ഒരു സെന്റൻസ് തന്നിട്ടുള്ളത്. All the animals together drove the monkeys away. എല്ലാവരും കൂടി ആ ഒരു മങ്കീനെ ഓടിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റോറി നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തേൽ, അതായത് ഫസ്റ്റ് വൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൽ ആ ഒരു പിക്ചറിന്റെ ചോട്ടിൽ നമുക്ക് എഴുതാം. Rennie worked hard to dig a hole. He wanted to plant his sapling carefully. വളരെ ശ്രദ്ധയോടുകൂടി അവന് കിട്ടിയ ആ ഒരു തൈ ഒരു വലിയ ഹോൾ എടുത്തിട്ട് അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു ആ ഒരു ഹോള് കിട്ടാനായിട്ട്. കാരണം വലിയൊരു മരം ആവണം, അപ്പൊ നല്ല ആഴത്തിലുള്ള ഒരു കുഴി കുഴിക്കണം. സോ ഹി വർക്ക്ഡ് ഹാർഡ് ടു ഡിഗ് എ ഹോൾ. ഒരു വലിയൊരു കുഴി എടുത്തു. ഹി വാണ്ടഡ് ടു പ്ലാന്റ് ഹിസ് സാപ്ലിംഗ് കെയർഫുള്ളി. ഭയങ്കര കെയർഫുള്ളി ഹി പ്ലാന്റഡ് ദാറ്റ് സാപ്ലിംഗ്. ആൻഡ് ഹി പ്ലാന്റഡ് ദ സാപ്ലിംഗ് ആൻഡ് വാട്ടേർഡ് ഇറ്റ്. അവൻ അത് പ്ലാന്റ് ചെയ്യുക മാത്രമല്ല അതിനെന്നും വെള്ളം ഒഴിച്ചു കൊടുത്തു. മെനി ആനിമൽസ് കെയിം ടു ലിവ് നിയർ ദാറ്റ് ട്രീ. ആ ഒരു ട്രീയുടെ ചുറ്റും എന്ത് വന്നു? ആനിമൽസ് വരാൻ തുടങ്ങി. ദ ആനിമൽസ് ബിക്കെയിം റെനീസ് ഫ്രണ്ട്സ്. അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരെല്ലാം തന്നെ റെനിയുടെ ഫ്രണ്ട്സായി. ദ ഹെൽപ്ഡ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ദ പ്ലാന്റ്. ആ പ്ലാന്റിനെ, ആ ഒരു ട്രീനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് അവരെല്ലാവരും അവനെ ഹെൽപ്പ് ചെയ്തു. വെള്ളം ഒഴിച്ചു കൊടുക്കാനും വെള്ളം കൊണ്ടുവരാനൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ആനിമൽസ് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ soon the plant grew into a big tree. Everyone gathered around the tree and waited for the fruits. അവരെല്ലാവരും എന്നും വെള്ളമൊഴിക്കാൻ കൂടിച്ചേരും. അത് പെട്ടെന്ന് തന്നെ വലിയൊരു മരമായി മാറി. അവരെല്ലാവരും അതിൻ്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫ്രൂട്ട് അതിൽ നിന്നും കഴിക്കാൻ വേണ്ടി. One day a mongoose came there. It began to make a burrow under the tree. The monkey saw it. He informed his friends. പെട്ടെന്നൊരു ദിവസം മംഗൂസ്
കീരി അതിൻ്റെ അടുത്ത് വന്നു. താഴെ ഒരു കുഴി ഉണ്ടാക്കി. ഒരു ബുറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലുള്ളൊരു കൂടുണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? അതിന് അവിടെ താമസിക്കാൻ. പക്ഷെ ഇത് മങ്കി കണ്ടു. മങ്കിക്കറിയാം ഇതിൻ്റെ താഴെ കുഴി ഉണ്ടാക്കിയാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ മരം മറിഞ്ഞു വീഴും. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രോവ് ദ മംഗൂസ് എവേ. മംഗൂസിനെ ഒരു ഇതിനെ ഇവരെല്ലാവരും ചേർന്ന്, എല്ലാ ആനിമൽസും ഒത്തുചേർന്ന് അവിടെ ഓടിപ്പിച്ചു. അവിടെയൊക്കെ നിങ്ങൾ പിക്ചർ വരയ്ക്കേണ്ടതാണ്. അവിടെ ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കുന്നതൊക്കെ നിങ്ങൾ പിക്ചർ നിങ്ങളുടേതായ രീതിയിൽ വരയ്ക്കുക. ദെൻ ലാസ്റ്റ് എന്ത് സംഭവിക്കും? ആഫ്റ്റർ സം ഡേയ്സ് ദ ഫ്രൂട്ട്സ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ ട്രീ. അതിൽ പഴങ്ങളുണ്ടായി, അതൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങി. ആൻഡ് ദ ബോയുടെ പേരാണ് റിനി. ആൻഡ് ദ ബോയ് ആൻഡ് ദ ആനിമൽസ് സ്റ്റാർട്ടഡ് ടു ഈറ്റ് ദ ഫോളൻ ഫ്രൂട്ട്സ്. അവരെല്ലാവരും സന്തോഷത്തോടെ ഹാപ്പിലി ആ ഒരു വീണ പഴങ്ങളൊക്കെ തിന്ന് ഹാപ്പി ആയിട്ട് അവർ ആ ഒരു മരത്തിലെ ഫ്രൂട്ട്സൊക്കെ ആസ്വദിക്കുകയാണ്, അവർ കഴിക്കുകയാണ്. ഇങ്ങനെയാണ് ആ ഒരു സ്റ്റോറി നമ്മൾ എഴുതുന്നത്. അതിൻ്റെ ഒപ്പം അതിൻ്റെ ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ദ കൈൻഡ് ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു നല്ല മനസ്സുള്ള ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം. അതാണ് ആ ഒരു സ്റ്റോറിക്ക് നമ്മൾ ഹെഡ്ലൈൻ കൊടുത്തത്. പിന്നെ ഇവിടെ ഒരു അവസാനത്തെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ആൻസിന് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. Look at the pictures. The ants are made with different materials. Let's make our own ants. ഇതിൽ കുറേ ആൻസിന് പല പല മെറ്റീരിയൽസ് വെച്ചിട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് മെറ്റീരിയൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ലീഫ് വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ കല്ലുകൾ, സ്റ്റോൺസ്, അല്ലെങ്കിൽ ഈർക്കിലി, അതുപോലെ പേപ്പർ മെറ്റീരിയൽസ്, ക്ലേ, എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആൻസിനെ ഉണ്ടാക്കി കൊണ്ടുവരിക. അതിനെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം, വ്യത്യസ്ത തരത്തിലുള്ള ആൻസ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴെയുള്ള ഒരു ഭാഗം പൂരിപ്പിക്കണം. ഇത് പൂരിപ്പിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് കാര്യങ്ങൾ എങ്ങനെ എഴുതണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എഴുതാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു കഴിവ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡിലുള്ള ഒരു 4-5 സെൻറ്റൻസ് തന്നിട്ട് നമ്മളോട് അതിനൊന്നൊരു കറക്റ്റായിട്ടൊന്ന് എഴുതുക എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ളതാണ്, നമുക്കൊന്ന് എഴുതി നോക്കാം. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻഡ്സ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത്. എന്തുപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ആൻഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ക്ലേ, പേപ്പർ, ലീവ്സ്, അതല്ല സ്റ്റോൺ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതവിടെ വിത്ത് എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുപയോഗിച്ചാണ് ആ ഒരു ആൻറ്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എഴുതാം. ഇറ്റ്സ് കളർ ഈസ്. നിങ്ങൾ എന്ത് കളറാണ് അതിന് നൽകിയിരിക്കുന്നത്? റെഡ് ആണോ, ഗ്രീൻ ആണോ, ബ്ലാക്ക് ആണോ, ഏതാണെന്ന് എഴുതാം. നെക്സ്റ്റ് മൈ ആൻഡ് ഹാസ്. സാധാരണയായിട്ട് ആൻറ്റിന് എത്ര ലെഗ്സ് ആണ് ഉണ്ടാവുക? 6 ലെഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 6 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 6 ലെഗ്സ് ഉള്ള ആൻസിനെ ഉണ്ടാക്കാൻ തന്നെ ശ്രമിക്കുക. ഐ നെയിംഡ് മൈ ആൻഡ്. നിങ്ങൾ എന്ത് പേരിട്ടാണ് നിങ്ങളുടെ ആൻറ്റിനെ വിളിക്കുക? ഞാൻ ചുന്നി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ചുന്നി, CHUNNI എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ. എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആൻറ്റിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ആൻറ്റിനെ പ്ലേസ് ചെയ്യാനായിട്ട്, അതായത് വെക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഗാർഡനിലാണ്. നിങ്ങൾക്കത് ഫോറസ്റ്റ് ആവാം, പ്ലേ ഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ആവാം, എവിടെ വേണമെങ്കിലും വെക്കാം. ഇത് അതിനനുസരിച്ച് അവിടെ എഴുതണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ട്സ് ഇതേപോലെ നമ്മൾ അയക്കുന്നതായിരിക്കും. LSS കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.